അങ്ങനെ ഇത്തവണത്തെ ഫ്ലൈറ്റ് എടുത്തത് എമർജൻസി ആയിട്ട് നാട്ടിൽ വരാനായിരുന്നു. അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടൊരു കോൾ വന്നു. എമർജൻസി എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ബട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്തു, നാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോന്നു. ഒരാഴ്ച മെഡിക്കൽ കോളേജിലായിരുന്നു അച്ഛൻ്റെ കൂടെ. ഞാൻ ഇത്തവണയാണ് അവിടെ ഫ്രീ ഫുഡ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഫുഡായിരുന്നു, ചോറും സാമ്പാറും അച്ചാറൊക്കെ ആയിട്ട്. അങ്ങനെ ഒരാഴ്ച മെഡിക്കൽ കോളേജ് ജീവിതമായിരുന്നു. എല്ലാ വർഷവും ഏകദേശം ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവാറുണ്ട്. ഇതുപോലെ ഇത്തവണ അഡ്മിറ്റായപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ നിന്നിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരുമായിരുന്നു. കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹോൾട്ടർ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച മെഡിക്കേഷനെല്ലാം കഴിഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ ആൾക്ക് കുഴപ്പമില്ല, ഓക്കെയാണ്. അങ്ങനെ ഇത്തവണത്തെ വരവിൽ അനർഘേനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി. പുള്ളിക്കാരി എറണാകുളത്ത് ജോലി കിട്ടിയിട്ട് പോവാണ്. അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യണം. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോയി, മന്തിയൊക്കെ കഴിച്ചു. പുള്ളിക്കാരിനെ വീടിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പം മുടി വെട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ വെട്ടി അങ്ങനെ തിരിച്ച് പോകാനുള്ള പരിപാടിയായി. അങ്ങനെ സിദ്ധീഷിൻ്റെ ഉണ്ണിയുടെ പേരിടലിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതും കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് 2 ദിവസം കൂടെ നിന്നു. സിദ്ധീഷിൻ്റെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ഉണ്ണിയുടെ പേര് സ്റ്റീവ് സിദ്ധ് എന്നാണ്. അങ്ങനെ ചെക്കനെയൊക്കെ കണ്ടു, പരിപാടിയൊക്കെ ആഘോഷിച്ചു. ഈ പരിപാടിയുടെ ഇടയിലൂടെ നിൽക്കുമ്പോഴും തിരിച്ചു പോകണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസം ഉണ്ടാവുന്ന സെയിം ഫീലിംഗ് ആണ്. കാരണം ഈ പരിപാടി കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം എനിക്ക് ഫ്ലൈറ്റ് എടുക്കണം. തലേദിവസം രാത്രി വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമെന്നൊക്കെ വിചാരിച്ച് ലാസ്റ്റ് എടുത്തു. തിരിച്ച് ബോംബെ പോയി.